ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹെക്സ് ഇൻസൈറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ ഡേ എനിക്ക് പേഴ്സണലി നല്ല സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. ചെറിയ ഒരു പരിപാടിയായിരുന്നു. അതായത് ഫുൾ ഡേ ഒന്നും ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു ആഫ്റ്റർനൂൺ വരെയാണ് ജസ്റ്റ് അവരൊന്ന് ക്ലാസ് പോലെ, ക്ലാസ് അല്ല, ജസ്റ്റ് ക്ലാസ് റൂംസും ടീച്ചേഴ്സിനെയും ഒക്കെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ചെറിയൊരു സെഷനാണ് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ഇമാജിനേഷനൊക്കെ ഉണ്ടായിരുന്നു. ഓൾ കരയും, നമ്മൾ പോരുതെന്നൊക്കെ പറയും എന്നുള്ള രീതിയിലാണ് ഞാൻ അവളെ കൂടെ പോയത്. അവൾ നമ്മൾ ക്ലാസ്സിൽ ഇരുത്തിയത് മുതൽ ഒരു പുതിയ വ്ളോഗറായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കുട്ടി വ്ളോഗർ അവളിപ്പം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് എൻ്റെ ടീച്ചറാണ്, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ നമ്മളടുത്ത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ എൻ്റെ ബെഞ്ചിൽ വന്നിരുന്നൊക്കെ, അതായത് അവൾ മതി, നിങ്ങൾ വീട്ടിൽ പോടി, ഇങ്ങനെ അതായത് ഇങ്ങനെ സ്കൂളൊന്നും ആരും വന്നിരിക്കുകയൊന്നുമില്ല, ഇതെന്തിനാ ഇവിടെ വന്നതെന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എനർജറ്റിക്കാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് അത്യാവശ്യം നല്ല കോൺഷ്യസ് ആണ് അവർ. ഇന്നേ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം, അവിടെ കുട്ടികളുണ്ടാവും, അവിടെ പഠിക്കാനാണ് പോകുന്നത്. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തിനാ അവിടെ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാ എന്നെ അവിടെ പിടിച്ചിരുത്തിയെന്നുള്ളതാണ് അന്ന് ചിന്തിച്ചതും കരഞ്ഞതൊക്കെ. ഇന്നത്തെ കുട്ടികൾക്ക് കരയുന്നൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, അവർ ഫുൾ ആക്റ്റീവാണ്. അവർക്കറിയാം അതായത് നമ്മളിവിടെ പഠിക്കാനാണ് പോകുന്നത്, ഇതെൻ്റെ ടീച്ചേഴ്സാണ്. നല്ല കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിലുള്ള പിള്ളേർ. ഞാൻ കുറച്ച് പിള്ളേർ കരയുന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെയുള്ള ഒരു കുട്ടികൾക്കും കരയുന്നെന്ന് മാത്രമല്ല, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ശരിക്കും വിചാരിച്ചത് LKG UKG തന്നെ അല്ലേ, പ്രീ പ്രൈമറി തന്നെ അല്ലേ, പക്ഷെ അതൊന്നും അവിടെ ഒരു കാര്യമല്ല. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ അൽബിർ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കൂളാണ്. അതായത് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മദ്രസ കാര്യങ്ങളൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ മദ്രസയിൽ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഈസി ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല സ്കൂളാണ്, നല്ല ടീച്ചേഴ്സാണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവിടെ. അവൾ അവൾ വളർന്നു വരുന്ന സമയത്തെ നമുക്ക് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു അവളെ സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ. അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു ചെറുതിലെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എത്ര പെട്ടെന്നാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. നല്ല നല്ലൊരു ഹാപ്പി ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് എനിക്കെൻ്റെ മോളെ പോലെ തന്നെയാണ് അവൾ. ഞാനും അവൾ അത്രയും കുറച്ച് ഏജ് ഡിഫറൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ്, ഒരു മദർലി ഫീലാണ് ശരിക്കും പറഞ്ഞാൽ അവൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ. അവർ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂളും ക്ലാസ് റൂമും ഒക്കെ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ കുറച്ചുകൂടി ഇമ്പ്രസ് ചെയ്യാനാണെന്ന് തോന്നുന്നു. കുറച്ച് ഇങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് ക്ലാസ് റൂമാണ് കേട്ടോ അവിടെയുള്ള. പിന്നെ നമ്മൾ ആ ഒരു സെഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. അവർ വീട്ടിലേക്ക് പോയിട്ടാ, അതായത് ഉമ്മയും സിസ്റ്ററും കൂടി വീട്ടിലേക്ക് പോയി. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഇന്ന്. ടൗണിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കസിനെ ഞാൻ അവിടുന്ന് കൂട്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോയത് എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ അറ്റസ്റ്റേഷൻ്റെ പരിപാടി. പിന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് ഹോൾ ടിക്കറ്റും പ്രിൻ്റ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഫോട്ടോവും അവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ബ്രണ്ണനിലാണ്. ഞാൻ അധികവും അറ്റസ്റ്റേഷന് പോവൽ ബ്രണ്ണൻ സ്കൂളിലാണ് കേട്ടോ, തലശ്ശേരി. അപ്പോൾ സ്കൂളിൽ പോയപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അവിടെ നിന്ന് തന്നെയുള്ള കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ അറ്റസ്റ്റേഷനും അവിടെ നിന്ന് ചെയ്ത്. ക്ലൈമറ്റൊക്കെ റെയിനി ഒക്കെ ആണെങ്കിലും ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ജൂൺ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. മഴയും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഇളനീർ ഷേക്ക് കുടിച്ചിട്ടാണ് നമ്മൾ രണ്ടാളും പോയിട്ട്. ഞാനങ്ങനെ കസിൻസിനെ കൂട്ടിയിട്ട് അധികം പുറത്തൊന്നും പോകാറില്ല കേട്ടോ.
അതായത് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും കോളേജിൽ നിന്ന് നേരെ അങ്ങ് പോയി അറ്റസ്റ്റ് ചെയ്യും. അധികവും ഒറ്റക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് പോവും. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കസിൻ സിസ്റ്റർ കൂട്ടിയിട്ട് വരുന്നത്. അവളുടെ പേര് ഷസ എന്നാണ് കേട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ കസിൻ സിസ്റ്റർ മോളാണ് ഇവൾ. പിന്നെ നമ്മൾ നേരെ മാളിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് സംസാരിച്ചു. കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരുമിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ, നമ്മൾ രണ്ടാളും മാത്രമേ, ഇനിയും കസിൻസ് വേറെയും ഉണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അവിടുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പം കാണാത്തവരൊക്കെ പോയിട്ട് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ മിസ മെഹക് ഫ്രം മെഹക്സ് ഇൻസൈറ്റ്സ്. താങ്ക് യു. ബൈ.